സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കർശന നടപടിയുമായി സർക്കാർ. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. അനർഹർ കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കും. ഒത്താശ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും. ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കം സർക്കാർ ജീവനക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നതിന്റെ രേഖകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സർക്കാർ അന്വേഷണം ശക്തമാക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തദ്ദേശ ധനമന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഉന്നതതല യോഗം ചേർന്ന് തുടർ നടപടി ശക്തമാക്കാൻ തീരുമാനിച്ചു. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കും. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. ഉദ്യോഗസ്ഥർക്ക് പുറമെ ആഡംബര ജീവിതം നയിക്കുന്നവർക്ക് അനർഹമായി പണം കൈപ്പറ്റാൻ ഒത്താശ ചെയ്തു കൊടുത്ത ജീവനക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കും. ചില റിപ്പോർട്ടുകൾ വന്നു, അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഈ വ്യാജരേഖ മാത്രം സംശയിച്ചല്ല. അപ്പോൾ മരിച്ച ആളുകളുടെ അക്കൗണ്ടിലാണെന്ന് വെച്ചു, ആ അക്കൗണ്ടിലേക്ക് പണം പോകും. ഇതൊന്നും പലപ്പോഴും ആരും റിപ്പോർട്ട് ചെയ്യില്ല. അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കൃത്യമായി മസ്റ്റർ ചെയ്യുന്നത് എല്ലാ മേഖലയിലുള്ളതാണ് മസ്റ്ററിങ്. അപ്പോൾ മസ്റ്ററിങ്ങൊക്കെ സാധാരണ ഉള്ളതാണ്. അതൊക്കെ കൃത്യമായി ഈ കാര്യമെല്ലാം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും അർഹമായ സാധാരണക്കാർക്ക് കിട്ടേണ്ടത് കൃത്യമായി കിട്ടാൻ പറ്റും. മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ഇതിന് ഫേസ് ഓതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ല എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.